അപ്പൊ നമ്മള് സൂപ്പ് കൂടി അവസാനിച്ചില്ല കേട്ടോ. അപ്പൊ എങ്ങോട്ട് ഇതിന് മുന്നേ ഇവിടെ ഇങ്ങനത്തെ പോലെ കുടിച്ചിട്ടുണ്ടോ? ഇതാദ്യം അവസാനത്തിലുള്ള സൂപ്പാണത്. കുടിക്കില്ലല്ലോ അവിടെ എങ്ങനെ? ഗൈസ്, എന്തൊക്കെയാണ് വിശേഷം? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സൂപ്പാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഡെസേർട്ടും ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി. നമ്മളൊരു സൂപ്പ് ഉണ്ടാക്കാം. നമുക്ക് വെജിറ്റബിൾ സൂപ്പാണ് കേട്ടോ. സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവർക്കും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് എന്നാൽ കുറച്ച് ക്യാരറ്റ്. നിങ്ങളുടെ കയ്യിൽ എന്ത് വെജിറ്റബിൾ ആണോ ആ വെജിറ്റബിൾ ഒക്കെ കിട്ടുമല്ലോ, എന്തും കുഴപ്പമില്ല. എല്ലാ വെജിറ്റബിളും നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ശകലം മഞ്ഞപ്പൊടി കുറച്ചിട്ടാ കേട്ടോ. മഞ്ഞപ്പൊടി കുറച്ചിട്ട്, ശകലം ഉപ്പ്, എന്നിട്ട് കുറച്ച് പെപ്പറിന്റെ പൊടി ഇടാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും ജസ്റ്റ് ലൈക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു ചിക്കൻ ഇടാം. ചിക്കനെങ്കിൽ കുഴപ്പമില്ല, എങ്ങനെ ചിക്കൻ നോക്കും. എൻ്റെ കയ്യിൽ ബ്രസ്റ്റ് ആണുള്ളത്. അപ്പം ഞാൻ ബ്രസ്റ്റ് ഇട്ടിട്ട് കുക്കറിൽ ഇടിച്ച് നമ്മളൊന്ന് മൂടി വെച്ചിട്ട് 2 വിസിലടിക്കുക. ഓക്കെ, വരാം. ഒരു 3 വിസിലെടുക്കാം കേട്ടോ. നല്ല വെജിറ്റബിൾ നല്ലോണം ആവണം. നമ്മുടെ വെജിറ്റബിളൊക്കെ അത്യാവശ്യം നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇതുപോലെ ആവണം കേട്ടോ. പിന്നെ കുറച്ചുകൂടെ പേസ്റ്റ് ആക്കി കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇതുപോലെ കുറച്ച് കടിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചിക്കന് മാറ്റിയിട്ടുണ്ട്. ചിക്കന് 2 വിസിലാകുമ്പോൾ മാറ്റണം, അധികം ഒന്നും ഇതാക്കരുത്. നിങ്ങൾ എന്ത് ചിക്കനാണുള്ളത് അത് ഉപയോഗിക്കുക. ഇനി തിക്കാണോ അല്ലെങ്കിൽ എന്താണോ, എന്ത് ചിക്കനായാൽ മതി. ചിക്കൻ ഇല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കി കഴിക്കാം. ഓക്കെ, നമ്മൾ സൂപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ഇതിനാണ്. അപ്പോൾ ആദ്യം ഞാൻ ചെറിയൊരു പാത്രം എടുത്തിട്ട് കടായി എടുത്തിട്ട് കുറച്ച് ബട്ടർ, നെയ്യ്, എന്തിനുണ്ട് എണ്ണ എന്തിനും ഒഴിച്ചിട്ട് ഇടുക. ഒന്ന് കറക്കിയതിന് ശേഷം ഒന്ന് ചൂടായതിൻ്റെ ശേഷം നമുക്ക് എന്ത് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചതച്ചിടുക. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടുക വേണ്ട. ഇത് തിരക്കുള്ള നിർബന്ധമല്ല. എന്നിട്ട് നമുക്കൊരു കോഴിമുട്ട ഇതേപോലെ ഉടച്ചു വയ്ക്കാം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല. ചില പച്ച വെള്ളത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കുറവുണ്ടാവും. നിങ്ങൾക്ക് അത് എന്താണെങ്കിൽ സ്ട്രെൻസ് ഇട്ടോളൂ. ഇതാകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഒന്ന് ഫ്രൈ ചെയ്ത കാരണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ കോൺഫ്ലവർ ഒരു 2 സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിട്ട് ഒഴിക്കാം. നല്ലത് മിക്സ് ആക്കാം. നേരത്തെ എടുത്ത് വെച്ച വെജിറ്റബിൾ എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. ഇതൊരു 6 പേർക്ക് കഴിക്കാനുള്ള സൂപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഏത് 3 കയ്യിലൊക്കെ സൂപ്പ് ഉണ്ടാകാൻ അത് വേണ്ടി വരും. 2-3 ആൾക്കാർ വേറെ വേണ്ടി വരും. വരാൻ പറയും. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. നമുക്ക് എത്രയാണോ വെള്ളത്തിനനുസരിച്ച് ഒഴിച്ചോളൂ കേട്ടോ. ഒന്ന് പതപ്പിക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് ചിക്കൻ ആഡ് ചെയ്യാം. നേരത്തെ എടുത്ത് ചിക്കൻ നമുക്ക് മസാല ആക്കിയതാണ്. ഒന്ന് ആഡ് ചെയ്യാം. ചെറിയ ചെറിയ പീസാക്കി ഇട്ടു കേട്ടോ. ഇതിലേക്ക് നമുക്ക് 2 ചെറുനാരങ്ങ പിടിച്ചിട്ട് അപ്പൊ നമ്മൾ സൂപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ അവസാനം കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പതപ്പിച്ചിട്ട് ഒന്ന് ചൂടായിട്ട് മാറ്റി വെക്കാം. ചിക്കൻ സൂപ്പ് റെഡി ആയിട്ട് കേട്ടോ. ചോളം കിട്ടുകയാണെങ്കിൽ നല്ല ടമ്പോ കേട്ടോ. ചോളം അരച്ച് ചേർത്താലും ചൂടാക്കിയിട്ടാലും എങ്ങനെയും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നമുക്ക് സൂപ്പ് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. കുറച്ച് നാരങ്ങ
ഗൈസ്, അപ്പോൾ നമ്മൾ സൂപ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകണേ. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ ഒമാനിൽ അത്യാവശ്യം നല്ല തണുപ്പ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അയാളുടെ ഈ ചൂടുള്ള സൂപ്പ് കുടിക്കുമ്പോണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വാവ്, ഇത് ഉണ്ടാക്കി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞ ഞാൻ ചെയ്യും, അത് ഉറപ്പാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കട്ട, മറക്കല്ലേ, ഒന്ന് സപ്പോർട്ടേ. ഏതാ നാക്കിന്റെ